22 സെന്റ് സ്ഥലവും 2350 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടും വിൽപ്പനയ്ക്ക്. അത് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്നും വെറും 2 കിലോമീറ്റർ ദൂരത്തിൽ. ചോദിക്കുന്ന വില 1,15 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത് 16 സെന്റ് സ്ഥലവും വീടുമായിട്ട് നമുക്ക് ബൗണ്ടറി കെട്ടി തിരിച്ചിട്ടിരിക്കുന്നു. അതിന്റെ വിലയാണ് ഈ പറഞ്ഞത്. അപ്പോൾ 22 സെന്റ് സ്ഥലവും വീടുമായിട്ട് നമ്മൾ 1,25 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. അതിൽ നെഗോഷിയേഷനുമുണ്ട്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളവും ടൗൺഷിപ്പുമായിട്ട് ഏറ്റവും നിയറസ്റ്റും എന്നാൽ നല്ലൊരു ശാന്തമായ അന്തരീക്ഷവും അതുപോലെ തന്നെ നല്ലൊരു കേരള തനിമയുള്ള നല്ല പുതിയ വീടുകളുടെ നടുക്ക് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കേരള സ്റ്റൈല് വീടും 2350 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡും കൂടിയാണ്. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വീടിന്റെ മുൻപിലേക്ക്. 22 സെന്റ് സ്ഥലവും വീടുമായിട്ടാണ് ഈ കൊടുക്കാൻ ആഗ്രഹിക്കുക. 1,4 കോടി രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണ്. 22 സെന്റ് സ്ഥലവും വീടുമായിട്ടാണ് മാത്രമെങ്കിൽ. 1,15 ലക്ഷം രൂപ ചോദിക്കുന്നു. 16.25 സെന്റ് സ്ഥലവും വീടുമായിട്ടാണെങ്കിൽ. അങ്ങനെ കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ സ്ഥല ലഭ്യത കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ എന്നാൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത് മീനച്ചൽ ഹോംസ് വഴി സ്വന്തമാക്കാം. ഇവിടെ നല്ല ഒരു മുറ്റം, എല്ലാം സ്റ്റോൺ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു മുറ്റം. വലിയൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 500 പേരുടെ ഫംഗ്ഷൻ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള, പന്തലിടാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ മുറ്റം. ആ മുറ്റത്ത് ഒരു 10 വണ്ടി വേണമെങ്കിലും കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു മുറ്റം. ആ മുറ്റത്ത് നിന്നാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാഴ്ചയ്ക്ക് എന്തൊരു ഭംഗിയാണ് എന്ന് നോക്കിക്കേ. നല്ല ക്യൂട്ടായിട്ടുള്ള വീട്. പാലായി മാത്രമേ കിട്ടുകയുള്ളൂ ഇതുപോലെ കേരള സ്റ്റൈലായിട്ടുള്ള വീടുകൾ എന്ന് പറയുന്നതിൽ ഒരു യാദൃശികമല്ല. കാരണം ഇങ്ങനെയുള്ള വീടുകൾ അന്വേഷിച്ച് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഏരിയയിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീടുകൾ വേറൊരിടത്തും കിട്ടില്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. ഇപ്പുറത്ത് നമ്മൾ കണ്ടത് ഒരു കോമൺ കിണറാണ്. അതല്ലാതെ തന്നെ നമുക്ക് കോമ്പൗണ്ടിൽ സ്വന്തമായിട്ട് കിണർ, ആ കാണുന്നതാണ് നമ്മുടെ സ്വന്തം കിണർ. അപ്പോൾ ഇവിടെ നമ്മുടെ കിണർ, ഇവിടെ വെള്ളത്തിന് ഒരിക്കലും ക്ഷാമമുണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു മേഖലയാണ് ഇവിടം. കിണറിന്റെ പെയിന്റിങ് മഴ കാരണം മുഴുവൻ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഏരിയയിലുള്ള വീടുകൾ. ഈ ബിൽഡർമാർ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത വീടുകൾ തന്നെയാണ് ഈ വീടുകളെല്ലാം. അടുത്തെല്ലാം നല്ല സ്റ്റാൻഡേർഡ് വീടുകൾ, കഴിഞ്ഞ 1 വർഷം കൊണ്ട് വന്നിരിക്കുന്ന പുതിയ വീടുകൾ. അങ്ങനെയുള്ള ഒരു ഏരിയയിൽ കുടിവെള്ള ക്ഷാമം ഒട്ടും ക്ഷാമമില്ലാത്തതും എന്നാൽ വെള്ളം കയറാത്തതുമായ മേഖലയിൽ ഇതുപോലെ നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് നമ്മൾ സിറ്റ് ഔട്ട് വഴി നേരെ അകത്തേക്ക് കയറിയാണ്. വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ്. ഫ്രണ്ട് ഡോറ് കാണാം. ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. ഫ്രണ്ട് ഡോറ് തേക്ക് കൊണ്ട് പാനൽ ചെയ്ത്, അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് നല്ല തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് കണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് സ്വീകരണമുറി. നല്ല സ്വീകരണമുറിയിലുള്ള നല്ല ഇന്റീരിയർ വർക്കുകൾ, ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്നാൽ കാഴ്ചയ്ക്ക് നല്ല ഇമ്പം തോന്നുന്ന രീതിയിലുള്ള നല്ല ഒരു ഇന്റീരിയർ വർക്കാണ് ഈ സ്വീകരണമുറിയിൽ കാണുന്നത്. തടി കൊണ്ടുള്ള പാർട്ടീഷൻ വർക്ക് ഇവിടെ കാണാം. ഇതാണ് തടി കൊണ്ടുള്ള പാർട്ടീഷൻ വർക്ക്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകള്, ഫാന്, എല്ലാം സംവിധാനങ്ങളോടും കൂടിയുള്ള നല്ലൊരു സ്വീകരണമുറി. ഒരു 5 പേർക്ക് 10 പേർക്ക് വേണമെങ്കിലും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ സെറ്റൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സ്വീകരണമുറി. അവിടുന്ന് നമ്മൾ നേരെ കയറിയത് ഒരു ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. ഫാമിലി ലിവിംഗ് ഏരിയയിലെ കബോർഡ്, നല്ല ഇന്റീരിയർ വർക്കുകൾ, അതുപോലെ TV യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം.
നല്ല ഒരു ഭംഗിയുള്ള ഒരു ടൈൽ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ടൈൽ വർക്ക്, അതായത് നല്ല ഒരു വൈറ്റ് ഫിനിഷിംഗ് ഉള്ള ടൈൽ വർക്ക് ആകുമ്പോൾ വീടിനകത്തൊരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാകും എന്നാണ് പറയുക. ഇവിടെയാണ് TV യൂണിറ്റ്. നേരെ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുക. ഇത് ബെഡ്റൂമിന്റെ ജനൽപ്പാളികൾ നമുക്ക് കാണാം. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് ഉണ്ട്. ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയാണ്. ഡ്രസ്സിംഗ് ഏരിയയിൽ തടി കൊണ്ടുള്ള കബോർഡ് കാണാം. തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡാണ്. അപ്പോൾ നല്ല കബോർഡ് വർക്കുകളൊക്കെ ഉള്ള നല്ല ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ. അതിന് അവിടുന്ന് നമ്മൾ നല്ല ഫൈബറിന്റെ ഡോറ് തുറന്ന് നല്ല അകത്തേക്ക് കയറുമ്പോൾ ഇൻബിൽട്ട് ആയിട്ടുള്ള നല്ല ക്ലോസറ്റ് വെച്ചിരിക്കുന്ന നല്ലൊരു ടോയ്ലറ്റ്, നല്ല വലിപ്പമുള്ള ഒരു ടോയ്ലറ്റ്. ഡൈവേർട്ടർ ആണ് വെച്ചിരിക്കുന്നത്. ഡൈവേർട്ടർ കൊണ്ട് നമുക്ക് ഇവിടെ ചുടുവെള്ളത്തിന്റെയും സാധാ വെള്ളത്തിന്റെയും മിക്സഡ് ടാപ്പാണ് ഇവിടെ വെച്ചിരിക്കുക. അപ്പോൾ ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റ്, അത് നല്ല കമ്പനി സാധനങ്ങൾ തന്നെ. അതുപോലെ തന്നെ വാഷ് ഏരിയ, അതുപോലെ തന്നെ മിറർ, എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള നല്ല അടിപൊളി വീട്. ഇവിടെയാണ് ഷവർ യൂണിറ്റ് വന്നിരിക്കുന്നത്. ടൈല് വർക്കുകളൊക്കെ കാണാനായിട്ട് നല്ല മനോഹരമായ ഒരു ടൈല് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് ബെഡ്റൂം വഴി പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ പറഞ്ഞു പാലാ ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഉദ്ദേശം 2 കിലോമീറ്റർ ദൂരമാണ്. 2 കിലോമീറ്റർ താഴെ വരാൻ സാധ്യതയുള്ളൂ. എങ്കിലും 2 കിലോമീറ്റർ എന്ന് തന്നെ നമ്മൾ പറയുകയാണ്. അപ്പോൾ നല്ല വീതിയുള്ള റോഡ് വന്ന് ഏകദേശം ഒരു 50 മീറ്റർ ദൂരത്തോളം ഈ വീടുകളിലേക്ക് മാത്രമുള്ള റോഡ് മാത്രമാണ്. അതും ടാർ റോഡാണ്. ആ ടാർ റോഡ് തന്നെ നമുക്ക് പ്രവേശിക്കാം വീട്ടിലേക്ക്. നമ്മൾ 2ാമത്തെ ബെഡ്റൂം 3ാമത്തെ ബെഡ്റൂം ഒക്കെ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ 2ാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ ടാർ റോഡ് വന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു 100 മീറ്റർ അടുത്തായിട്ടൊക്കെ പലചരക്ക് കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിലൊക്കെ അങ്ങനെയുള്ള കടകളൊക്കെ ഒരു 100-200 മീറ്റർ അടുത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടൗണിലേക്ക് ഇറങ്ങാനായിട്ട് 5 മിനിറ്റ് പോലും വേണ്ട. ടൗണിൽ നിന്ന് ഇവിടെ വീട്ടിലേക്ക് വരുവാനായിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് എനിക്ക് വീട്ടിലെത്താൻ പറ്റി. അപ്പോൾ അങ്ങനെ ഈ രീതിയിലുള്ള ടൗൺഷിപ്പുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഇവിടെ. ബസ് സ്റ്റാൻഡുമായിട്ട് 2 കിലോമീറ്റർ ദൂരം. അതുപോലെ തന്നെ പാലാ ടൗണിലെ ബസ് സ്റ്റാൻഡുമായിട്ടാണ് 2 കിലോമീറ്റർ ദൂരം വരിക. അതുപോലെ തന്നെ ഹോട്ടല്, സൂപ്പർ മാർക്കറ്റുകള്, അതുപോലെ ഉള്ള കോൾഡ് സ്റ്റോറേജ്, ബേക്കറി എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആരാധനാലയങ്ങളിലേക്ക് പോകുവാനായിട്ട് ഒരു 500-600 മീറ്റർ ദൂരം കൊണ്ട് നമുക്ക് ആരാധനാലയങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. ബസ് സ്റ്റോപ്പുമായിട്ട് ഇത് ഈ 50 മീറ്റർ അല്ല 100 മീറ്റർ ദൂരം ഈ വീടുകളിലേക്കുള്ള റോഡ് എന്ന് പറയുന്നതിന് തൊട്ടപ്പുറത്ത് ബസ് റോഡാണ്. എപ്പോഴും ബസ് ഉള്ളതല്ല എങ്കിൽ പോലും ബസ് റോഡാണ്. ബസ് റോഡുമായിട്ടൊരു 600 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും സ്വന്തം വണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ബസ് റോഡ് എന്നുള്ള ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല എങ്കിൽ പോലും ബസ് റോഡ് ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് അവർ ബസ്സിൽ കയറിയായിരിക്കും ജോലിക്ക് പോവുക. നല്ല ശാന്തമായ ഏരിയ. ഉരുൾപൊട്ടൽ ഭീഷണികളോ വെള്ളപ്പൊക്ക ഭീഷണികളോ ഒന്നും ഉണ്ടാവുകയില്ലാത്ത നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നിരപ്പായിട്ടുള്ള ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാലാ ഇവിടെ നിന്ന് നമുക്ക് യാത്രകൾ പറയുവാണെങ്കിൽ നമുക്ക് കോട്ടയം ഏരിയയിലേക്ക്, ഏറ്റുമാനൂർ, കോട്ടയം, മണർകാട്, കഞ്ഞിക്കുഴി മേഖലകളിലേക്കൊക്കെ പോകുവാൻ വളരെ സൗകര്യപ്രദമായ ഒരു മേഖല. രാമപുരം, കൂത്താട്ടോളം വഴി എറണാകുളം പോകുവാനായിട്ട്, എയർപോർട്ടിലേക്കൊക്കെ പോകുവാനായിട്ട് ഏറ്റവും സൗകര്യപ്രദമായ ഒരു മേഖല. അതുപോലെ തന്നെ നമുക്ക് തൊടുപുഴ വഴി അല്ലെങ്കിൽ ഇടുക്കി ജില്ലകളിലേക്കൊക്കെ, ഈരാറ്റുപേട്ട, തൊടുപുഴ, ഇടുക്കി ജില്ലകളിലേക്ക്, അതുപോലെ തന്നെ പൊൻകുന്നം വഴി നമുക്ക് ആലപ്പുഴ മേഖലയിലേക്കൊക്കെ, കുട്ടനാടൻ മേഖലകളിലേക്കൊക്കെ പോകുവാൻ എളുപ്പമുള്ള ഒരു മേഖല. അങ്ങനെ നല്ല റോഡ് വീതിയുള്ള റോഡ് ആക്സസ് ഉള്ള ഒരു മേഖലയാണ് ഈ മേഖല. ഏത് സൈഡിലേക്കും നല്ലൊരു
ഒരു ഇറങ്ങി പെട്ടെന്ന് പോകാവുന്ന രീതിയിൽ ഒരു ആക്സസ് ഉള്ള ഒരു മേഖലയാണ് ഇവിടെ. ഹോസ്പിറ്റലുകൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഹോസ്പിറ്റലുകളുണ്ട്. അത് പാലാ ടൗണിൽ ഏകദേശം 5-6ഓളം ഹോസ്പിറ്റലുകൾ ഉള്ളതാണ്. ആ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പോകുവാനായിട്ട് 1 കിലോമീറ്റർ ചുറ്റളവാണ്. അതുപോലെ തന്നെ നമുക്ക് ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം മാത്രമായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് സ്കൂൾ ബസ്സുകൾ പാലായുടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സ്കൂളുകളുടെയും ബസ്സുകൾ ഈ വീടിന്റെ ഫ്രണ്ട് വഴി എന്ന് പറഞ്ഞാൽ ഈ വീടുകളിലേക്കുള്ള കോമ്പൗണ്ട് ഒഴിച്ച് വീതിയുള്ള റോഡ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ആ ഫ്രണ്ടിലൂടെ വരുന്ന ആ റോഡില് പാലായിലുള്ള ടൗണിലുള്ളതും പാലായുടെ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളതുമായ മുഴുവൻ സ്കൂൾ ബസ്സുകളും ഇതുവഴി വരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് 100 മീറ്റർ ദൂരത്തില് സ്കൂൾ ബസ്സുകളുടെ ദൂരം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ നല്ല പച്ചപ്പുള്ള നല്ലൊരു മേഖല, നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് ഇവിടെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മേഖല. വീടിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്പർ 1 ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന നല്ലൊരു വീടാണ്. എല്ലാം വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കട്ടളയാവട്ടെ, ജനൽപ്പാളികളാവട്ടെ, അതുപോലെ തന്നെ ജനലിന്റെ കട്ടളയാവട്ടെ, അതുപോലെ തന്നെ ഡോറുകളാവട്ടെ, അതുപോലെ തന്നെ കബോർഡുകളുടെ ഡോറുകളാവട്ടെ, എല്ലാം തടി കൊണ്ട് തന്നെ ഉപയോഗിച്ച് പണിതിരിക്കുന്ന നല്ല ഡോറുകളും അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം തടികൾ തന്നെയാണ്. ഇവിടെ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുക. അത് നമുക്ക് മേടിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ടോയ്ലറ്റ് ഒന്ന് പാർട്ടീഷൻ ചെയ്യണം ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമും കണ്ട് 4 ബെഡ്റൂമിന്റെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ കണ്ട് ബെഡ്റൂമുകൾ കണ്ട് ഹാള് കണ്ട് ഫാമിലി ലിവിംഗ് ഏരിയ കണ്ട് നമ്മൾ വന്നു. ഇനി നമ്മൾക്ക് കാണാനുള്ളത് ഡൈനിങ് ഹാളൊക്കെയാണ്. ഡൈനിങ് ഹാള്, കിച്ചണൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നല്ലൊരു ഡൈനിങ് ഹാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ലോൺ ചെയ്യാം. അതിന് എങ്ങനെ നിങ്ങൾ ചെയ്യുമെന്നുള്ളതൊക്കെ ഉത്തരങ്ങൾ കിട്ടണമെങ്കിൽ നേരിട്ട് വിളിക്കണം. നേരിട്ട് വിളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടുകൾ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ, അതായത് സാലറിയിൽ നല്ല ഒരു ലോൺ എടുക്കാനുള്ള ഇൻകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് നല്ലൊരു ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരും. അത് സിവിൽ സ്കോറിന്റെ പ്രശ്നം കാരണം മാറിപ്പോവില്ല എന്ന് ഉറപ്പ് തരികയാണ്. മാത്രമല്ല സിവിൽ സ്കോർ എന്തുകൊണ്ട് മാറി എന്നുള്ളതും അതിനകത്തൊരു പോയിന്റ് ആണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ എടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ റീസൺ കൊണ്ടാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. എനിവേ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. നേരിട്ട് വന്ന് കണ്ടാൽ ഞങ്ങൾ നല്ല നല്ല വീടുകൾ ഇതുപോലെ കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കേട്ടാൽ മാത്രമേ ഏത് ബാങ്കായിരിക്കും സ്യൂട്ട് ആയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അതിമനോഹരമായ നല്ലൊരു കിച്ചണിലേക്കാണ് കയറിയത്. തേക്കൻ തടികളാൽ കബോർഡുകളാൽ അലങ്കൃതമായ നല്ലൊരു കിച്ചൺ. നല്ല ക്യൂട്ടാണ്. തേക്കിൻ തടിയുടെ ഒരു ഡിസൈൻ കാണുക എന്ന് പറയുന്നത് തന്നെ. ഇത് ഇങ്ങനെയൊരു കിച്ചൺ കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു കുളിർമയാണ്. തേക്കിൻ തടികളാൽ നിർമ്മിതമായ നല്ലൊരു കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. കിച്ചണും വർക്ക് ഏരിയയും തമ്മിലുള്ള ഒരു സെമി ഓപ്പൺ കിച്ചൺ എന്ന് പറയാം. അങ്ങനെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഫാൻസി ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. വർക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആകുവാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് ഈ വീട് കൈമാറുന്നതാണ്. അപ്പോൾ മീനത്തിൽ ഹോംസിന്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. വളരെ മോശമായ കമന്റുകളൊക്കെ പലരും ഇടുന്നത് കാണാറുണ്ട്. അത് മറ്റുള്ളവർക്ക് വായിക്കാൻ കൊള്ളുകയില്ലാത്തത്രയും മോശമായ കമന്റുകളും കാണാറുണ്ട്. അങ്ങനെയുള്ള കമന്റുകൾ മാത്രം നമ്മൾ ഡിലീറ്റ് ചെയ്യാറുമുണ്ട്. കാരണം നമ്മളിതെല്ലാവരും 3000, 5000, 10000 പേരൊക്കെ കാണുന്ന വീഡിയോസാണ് മീനത്തിൽ ഹോംസിന്റെ വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ ഈ വീടുകൾ നല്ല നല്ല കമന്റുകൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ സ്ഥലവും ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് വരാം, നേരിൽ കാണാം. പ്രോപ്പർട്ടി ഇഷ്ടമായാൽ വില നെഗോഷിയേഷൻ ഉള്ളതാണ്, നെഗോഷിയേറ്റ് ചെയ്യാം. ആധാരം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും മീനച്ചിൽ ഹോംസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് കയറി ഫാമിലി ലിവിംഗ് ഏരിയ വഴി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ യൂട്യൂബ് ചാനൽ വഴി കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയ പ്രസ്ഥാനമാണ് മീനച്ചിൽ ഹോംസ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും
അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കാരണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇതുപോലെ NRIസിനെയാണ് ഞങ്ങൾക്ക് ലക്ഷ്യം വെച്ചത് ആദ്യം. കാരണം ഞാനും ഒരു NRI ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ നേരിൽ കാണുവാനോ ഒരു ഫോട്ടോ പോലും കിട്ടുവാനോ ഒന്നും അവസരമില്ലാത്ത ഒരു കാലഘട്ടത്തില് നാട്ടിൽ വന്നു കഴിയുമ്പോൾ NRIസിന് നേരിൽ കാണുന്നത് പോലെ വീട് കാണാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങള് ഇവിടെ ഈ ഒരു രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആരംഭിച്ചു. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.